ഹായ്, നോബൽ സമ്മാന ജേതാവായ ഇറ്റാലിയൻ സാഹിത്യകാരൻ ലൂയിജി പിറാൻഡെല്ലോ അദ്ദേഹത്തിൻ്റെ വോർ എന്ന ചെറുകഥയിൽ നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ. ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് എസ്സേ ക്വസ്റ്റ്യൻ നമ്പർ 1. How does Luigi Pirandello present the concept of patriotism in the story War? ഈ കഥയിൽ ലൂയിജി പിറാൻഡെല്ലോ ദേശസ്നേഹം എന്ന ആശയം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. Now, take a look at paragraph number 1. In Luigi Pirandello's War, the concept of patriotism is explored through the perspectives of various characters, revealing its complexity. വിവിധ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമാർന്ന കാഴ്ചപ്പാടുകളിലൂടെ ഈ ദേശസ്നേഹമെന്ന ആശയത്തെ നോക്കിക്കണ്ട് അതിൻ്റെ സങ്കീർണത വെളിപ്പെടുത്തുകയാണ് നമ്മുടെ കഥാകാരൻ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now friends, take a look at paragraph number 2. The fat, red-faced man fervently glorifies patriotism. ചുവന്ന മുഖമുള്ള ആ തടിച്ച മനുഷ്യൻ ദേശസ്നേഹത്തെ വളരെ തീഷ്ണമായി മഹത്വവൽക്കരിക്കുന്നു. He views patriotism as a noble sacrifice worthy of pride and honor. അഭിമാനം, ബഹുമതി തുടങ്ങിയ സംഗതികൾക്ക് യോഗ്യമായ വളരെ ശ്രേഷ്ഠമായ ഒരു ത്യാഗമായിട്ടാണ് അദ്ദേഹം ദേശസ്നേഹത്തെ കാണുന്നത്. He suggests that parents should find solace in their son's death for the nation. മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള മക്കളുടെ മരണത്തിൽ മാതാപിതാക്കൾ ആശ്വാസം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറയുന്നു. He in fact emphasizes the importance of national duty over personal grief. വാസ്തവം പറഞ്ഞാൽ വ്യക്തിപരമായ ദുഃഖത്തേക്കാൾ നമ്മുടെ ദേശത്തോടുള്ള കടമയുടെ പ്രാധാന്യം ഇതാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത്. However, the stoic traveler offers a contrasting view. എന്നാൽ അതേസമയം നമ്മുടെ ആ പരമസാത്വികനായ യാത്രക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമാണ്. He advocates for emotional detachment, suggesting that laughter is a coping mechanism for the harsh realities of war. ഇക്കാര്യത്തിൽ വൈകാരികമായ ഒരു അകൽച്ചയുണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഒരു സംവിധാനമായി ചിരി എന്ന സംഗതിയെ ഉപയോഗപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നു. Well friends, this is paragraph number 2. Now take a look at paragraph number 3. The old man's emotional turmoil reflects the personal toll of patriotism. ദേശസ്നേഹം കൊണ്ടുണ്ടാകുന്ന വ്യക്തിപരമായ നഷ്ടം, അതാണ് ആ വൃദ്ധൻ്റെ വൈകാരിക പ്രക്ഷുബ്ധത പ്രതിഫലിപ്പിക്കുന്നത്. He grapples with grief and struggles to reconcile his duty to his country with his own pain. അദ്ദേഹം ദുഃഖം കൊണ്ട് പൊറുതിമുട്ടുന്നു. മാത്രമല്ല, സ്വന്തം ദുഃഖത്തെയും വേദനയെയും തൻ്റെ രാജ്യത്തോടുള്ള കടമയുമായി സമഞ്ജസപ്പെടുത്താൻ അദ്ദേഹം നന്നായി പാടുപെടുന്നുണ്ട്. His experience underscores the emotional complexity of patriotism. അദ്ദേഹത്തിൻ്റെ അനുഭവം അടിവരയിട്ടുറപ്പിക്കുന്നത് ദേശസ്നേഹത്തിൻ്റെ വൈകാരിക സങ്കീർണതയെയാണ്. It illustrates how it can bring both pride and anguish. അഭിമാനവും വ്യഥയും ഒരേ സമയം ഈ ദേശസ്നേഹത്തിന് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അത് വ്യക്തമാക്കി തരുന്നു. Meanwhile, the woman questions the old man's acceptance of his son's death. അതേസമയം മകൻ്റെ മരണം ആ വൃദ്ധൻ അംഗീകരിച്ചതിനെ നമ്മുടെ ഒരു സ്ത്രീ കഥാപാത്രമുണ്ടല്ലോ, അവർ അതിനെ ചോദ്യം ചെയ്യുന്നു. It challenges conventional notions of patriotism. ഇത് ദേശസ്നേഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു. She questions whether blind devotion to country should overshadow individual grief and emotional truth.
രാജ്യത്തോടുള്ള അന്ധമായ ഭക്തി വ്യക്തിഗത സങ്കടങ്ങളെയും വൈകാരിക സത്യത്തെയും മറികടക്കണോ എന്ന് അവർ ചോദിക്കുന്നു. Well, this is paragraph number 3. Now friends, take a look at the last paragraph. Through these characters, Pirandello portrays patriotism as a multifaceted concept encompassing both pride and sacrifice. ഈ കഥാപാത്രങ്ങളിലൂടെ അഭിമാനവും ത്യാഗവും ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ ആശയമായി ദേശസ്നേഹത്തെ ചിത്രീകരിക്കുന്നു നമ്മുടെ കഥാകാരനായ പിറാൻഡെല്ലോ. The story tells us how patriotism can inspire acts of heroism and selflessness. രാജ്യസ്നേഹമെന്ന വികാരം എങ്ങനെ വീരത്വവും നിസ്വാർത്ഥതയും നിറഞ്ഞ പ്രവൃത്തികൾക്ക് പ്രചോദനമാകുമെന്ന് ഈ കഥ നമ്മോട് പറയുന്നു. It also confronts individuals with profound loss and emotional turmoil. എന്നാൽ ഈ രാജ്യസ്നേഹം വ്യക്തികൾക്ക് സമ്മാനിക്കുന്നതോ അഗാധമായ നഷ്ടവും വൈകാരിക പ്രക്ഷുബ്ധതയും മാത്രം. Pirandello presents patriotism as a deeply personal and nuanced experience. അങ്ങനെ ആഴത്തിലുള്ള വ്യക്തിപരവും സൂക്ഷ്മവുമായ ഒരനുഭവമായി പിറാൻഡെല്ലോ ദേശസ്നേഹത്തെ അവതരിപ്പിക്കുന്നു. He acknowledges its significance while questioning its consequences on individuals and families. അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാവുന്ന അതിൻ്റെ അനന്തര ഫലങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുക കൂടി ചെയ്യുന്നു. ഇതാണ് ഉത്തരം. Now friends, take a look at essay question number 2. Discuss the structure of family and social life of the clan with reference to the story. ആ സമൂഹ ഗോത്രത്തിൽ നിലനിൽക്കുന്ന കുടുംബഘടനയും സാമൂഹ്യ ജീവിതവും ഈ കഥയുടെ പശ്ചാത്തലത്തിൽ അതൊന്ന് ചെറുതായി ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം. Now take a look at paragraph number 1. In Luigi Pirandello's short story, War, the structure of family and social life is depicted through the interactions of passengers on a train during the First World War. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇറ്റലിയിലൂടെയുള്ള ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ യാത്രയും അതിലെ യാത്രക്കാരും അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് അവരുടെ കുടുംബഘടനയും സാമൂഹ്യ ജീവിതവും ചിത്രീകരിക്കുന്നത് ഈ ചെറുകഥയിൽ. The families portrayed in the story are united by the shared anguish of having their sons sent to the front lines. ഈ കഥയിൽ ചിത്രീകരിക്കുന്ന കുടുംബങ്ങൾ അവരുടെ മക്കളെ യുദ്ധമുഖത്തേക്ക് അയച്ചതിൻ്റെ വേദന പങ്കിടുന്നു. അങ്ങനെയാണ് അവർ ഒന്നായി മാറുന്നത്, അവർ ഒന്നിക്കുന്നത്. It highlights the pervasive impact of war on social and familial relationships. സാമൂഹികവും കുടുംബപരവുമായ ബന്ധങ്ങളിൽ യുദ്ധത്തിൻ്റെ വ്യാപകമായ സ്വാധീനം ഇത് എടുത്തു കാണിക്കുന്നു. Well, this is paragraph number 1. Now friends, take a look at paragraph number 2. Family life in the story is dominated by grief and a sense of collective sacrifice. ഈ കഥയിൽ ചിത്രീകരിക്കുന്ന കുടുംബജീവിതം അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ദുഃഖവും കൂട്ടായ ത്യാഗബോധവുമാണ്. The parents on the train cope with the impending loss of their children. ആ ട്രെയിനിലെ രക്ഷിതാക്കൾ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ മക്കൾ ഈ ഒരു സംഗതിയുമായി പൊരുത്തപ്പെടാനുള്ള തത്രപ്പാടിലാണവർ. They find a common ground in their sorrow. ദുഃഖമാണ് അവരെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതു ഇടം. Their shared pain creates a temporary social clan among the passengers. ഈ പങ്കിട്ട വേദന ഈ യാത്രക്കാർക്കിടയിൽ ഒരു താൽക്കാലിക സാമൂഹ്യ ഗോത്രത്തെ, ഒരു വംശത്തെ സൃഷ്ടിക്കുന്നു. ഇൻ ദിസ് സോഷ്യൽ ക്ലാൻ പേഴ്സണൽ ബൗണ്ടറീസ് ബ്ലർ ആൻഡ് കമ്മ്യൂണൽ സോളിഡാരിറ്റി എമർജസ്. ഈ ഗോത്രത്തിൽ വ്യക്തിപരമായ അതിരുകൾ
ഇല്ലാതാവുന്നു. സാമുദായിക ഐക്യദാർഢ്യം ഉയർന്നു വരികയും ചെയ്യുന്നു. The story illustrates how the war forces these families into a close-knit group bonded by their common fate. ഒരു പൊതുവായ വിധിയാൽ ബന്ധിപ്പിക്കപ്പെട്ട അടുത്തിഴപഴകുന്ന കുടുംബങ്ങളുടെ ഒരു ഗ്രൂപ്പ് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഈ കുടുംബങ്ങളെ ഇങ്ങനെ ഒന്നിപ്പിക്കുന്നതോ ഒരു ലോകമഹായുദ്ധവും. ഇതാണ് ഈ കഥയിലൂടെ നാം കാണുന്നത്. ഫ്രണ്ട്സ്, this is paragraph number 2. Now take a look at paragraph number 3. Social life within this impromptu clan is marked by mutual support and shared expressions of grief. അപ്രതീക്ഷിതമായി ഉടലെടുത്ത ഈ വംശത്തിനിടയിലെ സാമൂഹ്യ ജീവിതം അതിൻ്റെ മുഖമുദ്രയായി മാറുന്നത് പരസ്പര പിന്തുണയും ദുഃഖപ്രകടനങ്ങൾ പങ്കുവെക്കലും. ദ ക്യാരക്ടേഴ്സ് എൻഗേജ് ഇൻ കോൺവെർസേഷൻസ്. ഈ കഥാപാത്രങ്ങൾ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഇറ്റ് റിവീൽസ് ദെയർ ഇന്നർ ടേമോയിൽ ആൻഡ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് സൊലസ് ഇൻ ദ നോഷൻ ദാറ്റ് ദെയർ സാക്രിഫൈസസ് ആർ ഫോർ എ ഗ്രേറ്റർ ഗുഡ്. അത് അവരുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം അവരുടെയൊക്കെ ത്യാഗങ്ങൾ വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്ന ധാരണയിൽ ആശ്വാസം കണ്ടെത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 3. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 4. ദി ഓൾഡ് മാൻ ഹൂസ് സൺ ഹാസ് ഡൈഡ് ബിക്കംസ് എ ഫോക്കൽ പോയിന്റ് ഫോർ ദ ഗ്രൂപ്പ്. മകൻ മരിച്ച വൃദ്ധൻ ഈ സംഘത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകുന്നു. He symbolizes the ultimate sacrifice and the collective mourning of all parents. എല്ലാ മാതാപിതാക്കളുടെയും ആത്യന്തികമായ ത്യാഗത്തിൻ്റെയും കൂട്ടായ വിലാപത്തിൻ്റെയും പ്രതീകമായി മാറുന്നു അദ്ദേഹം. His outburst at the end, breaking down in tears, shatters the facade of stoic acceptance. അവസാനം ഒരു പൊട്ടിത്തെറിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ വിലാപം അത് ഈ സാത്വിക ഭാവത്തോടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ നേരിടുന്നു എന്ന് പറയപ്പെടുന്ന ഈ മുഖം മൂടി തകർത്ത് കളയുന്നു. ഇറ്റ് അണ്ടർസ്കോർസ് ദ പ്രൊഫൗണ്ട് പേഴ്സണൽ ലോസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഈച്ച് ഫാമിലി. ഓരോ കുടുംബവും അനുഭവിക്കുന്ന അഗാധമായ വ്യക്തിപരമായ നഷ്ടത്തെ ഇത് അടിവരയിട്ട് പറയുന്നു. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 4. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ. ഇൻ ദിസ് വേ ദ സ്റ്റോറി വാർ പോർട്രേസ് ഫാമിലി ആൻഡ് സോഷ്യൽ ലൈഫ് ആസ് ഡീപ്ലി ഇന്റർട്വൈൻഡ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ആൾട്ടേർഡ് ബൈ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാർ. ഈ രീതിയിൽ നോക്കുമ്പോൾ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്ന സംഗതിയാണ് കുടുംബവും സാമൂഹ്യ ജീവിതവും ആഴത്തിൽ ഇടചേരാനും അതിന് കാര്യമായ മാറ്റം സംഭവിക്കാനും ഇടയാക്കിയത് എന്ന് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. ദ പാസഞ്ചേഴ്സ് ഇൻറ്ററാക്ഷൻസ് റിഫ്ലക്റ്റ് എ മൈക്രോകോസം ഓഫ് സൊസൈറ്റി വെയർ കമ്മ്യൂണൽ ഗ്രീഫ് ആൻഡ് സോളിഡാരിറ്റി ടെമ്പററിലി റീഡിഫൈൻ ഫാമിലി സ്ട്രക്ചേഴ്സ് ആൻഡ് സോഷ്യൽ ബോണ്ട്സ്. യാത്രക്കാർ തമ്മിലുള്ള സംഭാഷണം സമൂഹത്തിൻ്റെ ഒരു സൂക്ഷ്മ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ സമൂഹത്തിൻ്റെ ദുഃഖവും ഐക്യദാർഢ്യവും കുടുംബഘടനകളെയും സാമുദായിക ബന്ധങ്ങളെയും പുനർനിർവചിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു സൂൺ with another video. Till then, bye bye.